ഹായ് മക്കളെ, അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പരീക്ഷ നാളെ നമ്മൾ പരീക്ഷ എഴുതാൻ വേണ്ടി പോവാണ്. SLCയുടെ സോഷ്യൽ സയൻസിന്റെ ക്രിസ്മസ് പരീക്ഷയാണ്. ഒരുപാട് ആളുകൾ ടെൻഷൻസിലാണ്. സാറേ ഒരുപാട് ചാപ്റ്റർ ഉണ്ട്, എന്തൊക്കെ എവിടൊക്കെ എന്നുള്ള കൺഫ്യൂഷൻസിലാണ്. അപ്പോൾ ഞാനിന്ന് കുറച്ച് റാൻഡം ആയിട്ട് നാളെ ചോദിക്കാൻ സാധ്യതയുള്ള ചില ക്വസ്റ്റ്യൻസും ആൻസറുമായിട്ട് വന്നിട്ടുള്ളതോ. നിർബന്ധമായി നിങ്ങൾ അത് പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ അത് പഠിച്ചതിന് ശേഷം മാത്രമേ നാളെ നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകും. ആദ്യ ചോദ്യം ഇതാണ്: കമ്പയർ ദ ഒബ്ലിഗേറ്ററി ഫംഗ്ഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ ഫംഗ്ഷൻ ഓഫ് സ്റ്റേറ്റ്. രാഷ്ട്രത്തിന്റെ നിർബന്ധിത ചുമതലകളും വിവേചനപരമായ ചുമതലകളും താരതമ്യം ചെയ്യാനുള്ള ചോദ്യമാണ്. 4 മാർക്കിന്റെ ചോദ്യമാണ്. അറ്റ് എനി കോസ്റ്റ് നിങ്ങൾ പഠിച്ചിരിക്കണം. നാളെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ ഇത് പഠിക്കാതെ പോരുത്. സിമ്പിൾ ആയിട്ട് പഠിക്കാൻ കഴിയും. അത്രത്തോളം ഒരു 90% നാളെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ ഒബ്ലിഗേറ്ററി ഫംഗ്ഷൻസും അതുപോലെ തന്നെ വിവേചനപരമായ ചുമതല, നിർബന്ധപരമായ ചുമതല. അപ്പോൾ രാഷ്ട്രം അറ്റ് എനി കോസ്റ്റ് നിങ്ങൾ നോക്കൂ, രാഷ്ട്രം എല്ലാ കാലത്തും നിർബന്ധമായി നിർവഹിക്കേണ്ട ചുമതല നമ്മൾ വിളിക്കുന്നവരാണ് നിർബന്ധിത. അത് എല്ലാ കാലത്തും അറ്റ് എനി കോസ്റ്റ് എന്തൊക്കെ കഷ്ടപ്പാട് പറഞ്ഞാലും അത്തരം കാര്യങ്ങൾ ആ ചുമതലകളെ നമ്മുടെ രാഷ്ട്രം നിർവഹിച്ചേ പറ്റും. ഏതൊക്കെ അത്തരം കാര്യങ്ങൾ മക്കളെ നോക്ക് നിങ്ങൾ. ഓക്കെ, ഒന്നാമത്തത് പ്രൊട്ടക്ഷൻ ഓഫ് ബൗണ്ടറി, നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷിക്കുക അല്ലെ. അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ഇന്റർണൽ പീസ്, ആഭ്യന്തര സമാധാനം നിലനിർത്തണം. പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ്, അവകാശങ്ങൾ, ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷണം. അതുപോലെ ഇംപ്ലിമെന്റേഷൻ ഓഫ് ജസ്റ്റിസ്, നീതി നടപ്പിലാക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ വിളിക്കുന്നവരാണ് ഒബ്ലിഗേറ്ററി ഫംഗ്ഷൻ. രാജ്യം എല്ലാ കാലത്തും, രാഷ്ട്രം എല്ലാ സമയത്തും അത് എന്ത് ചെയ്യണം, അത് ചെയ്തുകൊണ്ടിരിക്കണം അല്ലെ. രണ്ടാമത്താണ് മക്കളെ വിവേചനപരമായ ചുമതല, അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷണറി ഫംഗ്ഷൻ എന്ന് പറയും. ഇതിവിടെ നമ്മൾ എപ്പോഴാണ് ചെയ്യേണ്ടത് നോക്കി നിങ്ങൾ. Discretionary functions are those which have to be implemented as per the economic condition of the state. നമ്മുടെ ആ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത എത്രയാണോ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടോ, എല്ലാ ഇത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള ഫണ്ടൊക്കെ ഖജനാവിലുണ്ടോ, ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ വലിയ നിർബന്ധം, ഒരിക്കലും നിർബന്ധം അടിച്ചേൽപ്പിക്കാത്ത പൈസ ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി എന്ന് പറയുന്ന ചില ചുമതലകളുണ്ട്. ഏതൊക്കെയാണ് വരുന്നത്? അതിലൊന്ന് പ്രൊട്ടക്ഷൻ ഓഫ് ഹെൽത്ത്, നമ്മുടെ ആരോഗ്യ സംരക്ഷണം, വലിയ വലിയ ഹോസ്പിറ്റലുകൾ ഉണ്ടാക്കുക അല്ലെ. അതുപോലെ തന്നെ വിദ്യാഭ്യാസ സൗകര്യം ഒരുക്കുക, പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ്, ഇംപ്ലിമെന്റ് വെൽഫെയർ പ്രോഗ്രാം, എന്താണ് ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുക, പ്രൊവൈഡ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, ഗതാഗത സൗകര്യം ഒരുക്കുക. ഇതൊക്കെ അത്തരം കാറ്റഗറിയിൽ വരുന്ന കാര്യങ്ങളാണ്. ഇത് നിർബന്ധമായി നിങ്ങൾ എന്തെങ്കിലും പഠിച്ചു വെച്ചതിന് ശേഷം മാത്രമേ നാളെ പരീക്ഷ എഴുതാൻ പോകും. റെഡി ഓക്കെ അല്ലേ? ഇനി അടുത്തൊരു ചോദ്യത്തിലാണ് നമ്മൾ പോകുന്നത്. അടുത്ത ചോദ്യം: മെൻഷൻ ദ മെയിൻ പ്രിൻസിപ്പിൾ ഓഫ് ഇന്ത്യസ് ഫോറിൻ പോളിസി. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങൾ വിശദീകരിക്കണം മക്കളെ. ഇന്ത്യയുടെ ഫോറിൻ പോളിസിയിൽ നിന്ന് നാളെ ഒരു ചോദ്യം ചോദിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സംശയം വേണോ? എന്തായാലും പഠിച്ചു വെച്ചാൽ ഒരു 90% ചോദിക്കും. 10% ഞാൻ അങ്ങനെ മാറ്റി വെക്കുകയാണ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ കാര്യം, നെഹ്റു ആണ് നമ്മുടെ ഇന്ത്യൻ ഫോറിൻ പോളിസിയുടെ ചീഫ് ആർക്കിടെക്ട്. നെഹ്റു ആണ് ഫോറിൻ പോളിസി ഉണ്ടാക്കിയത് അല്ലെ. നെഹ്റു ആണ് അത്രത്തോളം അതിന് അഹോരാത്രം കോൺട്രിബ്യൂട്ട് ചെയ്തത്. പ്രധാനമായും ഇത്രത്തോളം കാര്യങ്ങളാണ് നമ്മുടെ എന്താ ഫോറിൻ പോളിസി. ഒന്നാമത്തെ റെസിസ്റ്റൻസ് ടു കൊളോണിയലിസം ആൻഡ് ദ ഇംപീരിയലിസം. എന്താ പറയുക, സാമ്രാജ്യത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുള്ള എതിർപ്പ്. നമ്മൾ അത്തരം രാജ്യങ്ങളുമായിട്ട് ഒരു രീതിയിൽ നമ്മൾ അതിനെന്ത് ചെയ്യുക, കൂട്ടുകൂടുക. രണ്ടാമത്തോ ഹോസ്റ്റിലിറ്റി ടു റേസിസം, എന്താണ് ദേശീയവാദത്തുള്ള വിദ്വേഷം. അതുപോലെ തന്നെ ട്രസ്റ്റ് ഇൻ ദ യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ, ഐക്യരാഷ്ട്രസഭയുള്ള വിശ്വാസം. അതുപോലെ പീസ്ഫുൾ കോഎക്സിസ്റ്റ്, സമാധാനപരമായ സഹവർത്തിത്വം. നമ്മളെല്ലാവരും വളരെ പീസ്ഫുൾ ആയിട്ട് നമ്മൾ ഇടപെടാറുള്ളൂ. അതുപോലെ തന്നെ നോക്കൂ പാൻഷീൽ പ്രിൻസിപ്പിൾ, പഞ്ചശീല തത്വങ്ങളുണ്ട് അല്ലെ. അത് നമുക്ക് വേറെ പഠിക്കാനുണ്ടോ. അതുപോലെ നോക്കൂ നിങ്ങൾ എംഫസൈസ് ഓൺ ദ നെസസറി ഓഫ് ഫോറിൻ അസിസ്റ്റൻസ്. നമുക്ക് ആവശ്യമെങ്കിൽ വിദേശ സഹായത്തിന്റെ ആവശ്യകതയുള്ള ഊന്നൽ, അതായത് വിദേശ സഹായം നല്ലതാണെങ്കിൽ അത് സ്വീകരിക്കാൻ നമുക്ക് ഒരു മടിയില്ല, നമ്മൾ സ്വീകരിക്കാറുണ്ട്. അതുപോലെ തന്നെ പോളിസി ഓഫ് നോൺ അലൈൻമെന്റ്, ചേരായ്മയാണ് നമ്മുടെ മറ്റൊരു വിദേശ നയം അല്ലെ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. ഇത് 4 മാർക്കിന് ചോദ്യമായി ചോദിക്കാൻ അത്രത്തോളം പോസിബിലിറ്റി ഉള്ള ഒരു ചോദ്യമാണ്. ഇനി ചോദ്യം ചോദിച്ചിട്ടില്ലെങ്കിൽ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, അതാണ് പാൻഷീൽ പ്രിൻസിപ്പിൾ. പഞ്ചശീല തത്വത്തെ പറ്റി ചോദിക്കും. പഞ്ചശീല തത്വങ്ങൾ, പാൻഷീൽ പ്രിൻസിപ്പിൾ ഇന്ത്യയുടെ വിദേശ നയമായി ഫോറിൻ പോളിസിയുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. നോക്ക് നിങ്ങൾ എന്താണ് ദ പാൻഷീൽ പ്രിൻസിപ്പിൾ ആർ ദ അഗ്രിമെന്റ് സൈൻഡ് ബൈ ഇന്ത്യ ആൻഡ് ദ ചൈന ഇൻ 1954. ഇത് നിങ്ങൾ ആദ്യം എഴുതേണ്ടത് ഇന്ത്യയും ചൈനയും തമ്മിൽ 1954 പഞ്ചശീല തത്വങ്ങൾ ഒപ്പിടുന്നത്. ഇത് ഇന്ത്യയും ചൈന തമ്മിലുള്ള ഒരു കരാറാണ്, ഒരു അഗ്രിമെന്റ് ആണ്, ഒരു ഫോറിൻ പോളിസിയാണ് അല്ലെ. എന്തൊക്കെയാണ് ഈ പഞ്ചശീല തത്വങ്ങൾ ഇന്ത്യയും ചൈന തമ്മിൽ പരസ്പരം ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ? എന്താ? ഒന്നാമത്തെ കാര്യങ്ങൾ ദ മ്യൂച്വൽ റെസ്പെക്ട് ഓൺ ഈച്ച് അതേഴ്സ് ടെറിട്ടറി ആൻഡ് ഇന്റഗ്രൽ സോവറിനിറ്റി. എന്താ പറയുന്നത്? രാജ്യത്തിന്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം നമ്മൾ അംഗീകരിക്കും അല്ലെ. അതുപോലെ തന്നെ മ്യൂച്വൽ നോൺ അഗ്രഷൻ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാതിരിക്കുക. മൂന്നാമതോ മ്യൂച്വൽ നോൺ ഇന്റർഫറൻസ് ഇൻ ഈച്ച് അതേഴ്സ് ഇന്റർണൽ അഫയേഴ്സ്, ആഭ്യന്തര കാര്യങ്ങൾ ചൈനയുടെയോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം എന്ത് ചെയ്യുക, ഇടപെടാതിരിക്കുക. അതുപോലെ തന്നെ ഇക്വാലിറ്റി ആൻഡ് കോപ്പറേഷൻ ഓഫ് മ്യൂച്വൽ ബെനിഫിറ്റ്, സമത്വവും പരസ്പര സഹായവും പുലർത്തുക അല്ലെ. രണ്ടുപേരും ഗുണമുള്ള കാര്യമാണെങ്കിൽ. അതുപോലെ തന്നെ എന്താ പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്, സമാധാനപരമായ സഹവർത്തിയും. ഇത്രയുമാണ് പഞ്ചശീല തത്വങ്ങൾ. ഇത് ഒപ്പിട്ടാരൊക്കെയാണ്? നമ്മുടെ ജവഹർലാൽ നെഹ്റുവും ചൈനയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ചൗ ഇൻ ലായും. ഇവർ രണ്ടുപേരുമാണ് ഈ ഒരു സൈൻ 1954 അവർ കരാർ ഒപ്പിടുന്നത്. അപ്പോൾ ഇതാണ് പഞ്ചശീല തത്വങ്ങൾ. ഇത് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഫോറിൻ പോളിസിയുമായിട്ട് ഇമ്പോർട്ടന്റ് ആയി നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു ചോദ്യമാണ്. ഇനി നമ്മൾ ഏതാ ഇനി ഇതേപോലെ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയി പഠിക്കേണ്ട ഒരു ചോദ്യമാണ്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് പ്രോംപ്റ്റഡ് ഗാന്ധി ടു സെലക്ട് സാൾട്ട് ആസ് എ പവർഫുൾ വെപ്പൺ. എന്തുകൊണ്ടാണ് മഹാത്മാഗാന്ധി ഉപ്പിനെ ഒരു സമരായുധമായി തെരഞ്ഞെടുത്തത് അല്ലെ. 4 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മക്കളെ. നോക്ക് നിങ്ങൾ, സാൾട്ട് ആസ് എ പവർഫുൾ വെപ്പൺ. എന്താ കാരണം? ഒന്നാമത്തെ കാര്യം, ബ്രിട്ടീഷുകാർക്ക് അന്ന് കളക്ട് അല്ലെങ്കിൽ ലഭിച്ചിരുന്ന ടാക്സിന്റെ 3% എവിടുന്ന് കിട്ടുന്ന
ഉപ്പിന് കിട്ടുന്ന നികുതിയാണ്. അതുപോലെ തന്നെ നോക്കുന്ന ടാക്സ് വാസ് ഹെവി ബർഡൻ ഫോർ പുവർ പീപ്പിൾ. സാധാരണ ജനങ്ങൾക്ക് അത്രത്തോളം ഭാരമായിരുന്നു ഉപ്പിന്റെ മേലെ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ടാക്സ് നികുതി അല്ലെ. അതുപോലെ തന്നെ ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് ബാൻ സ്മോൾ സ്കെയിൽ ഇൻഡിജിനസ് സാൾട്ട് പ്രൊഡക്ഷൻ. ദേ ഹാവ് ത്രീ ഫോൾഡ് ഹൈക്ക് ഓൺ സാൾട്ട് പ്രൈസ്. അതുപോലെ തന്നെ തദ്ദേശീയപരമായിട്ട് ചെറിയ ഇന്ത്യക്കാരെ ചെറിയ രീതിയിൽ കുടിൽ വ്യവസായം പോലെ ഉപ്പ് നിർമ്മിച്ചിരുന്നു. അതൊക്കെ ബ്രിട്ടീഷുകാർ ബാൻ ചെയ്തു. ബ്രിട്ടീഷുകാർ മാത്രം ഉപ്പ് ഉണ്ടാക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ആ സമയത്ത് ഉപ്പിന്റെ വില 3 മടങ്ങായി വർദ്ധിച്ചു. ഇതെല്ലാം കൂടി സാധാരണക്കാർക്ക് വലിയ തലവേദന. അപ്പൊ ഗാന്ധിജിക്ക് എന്ത് തോന്നി? ഉപ്പിനെ ഒരു സമരായുധമായി തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അത് വലിയൊരു ജനപിന്തുണ ലഭിക്കുന്ന ഒരു സമരമായി മാറുമെന്ന് ഗാന്ധിജി തോന്നി. ഗാന്ധിജി ഉപ്പിനെ എന്താക്കി മാറ്റി? ഒരു വലിയ പവർഫുൾ വെപ്പണാക്കി ഗാന്ധിജി ആരെ തന്നെ ഉപ്പിനെ ആക്കി മാറ്റി. ഓക്കെ, അപ്പൊ ഇത് കൃത്യമായി നിങ്ങൾ പഠിച്ചു വെക്കുക. ഈ ചോദ്യങ്ങൾ നിർബന്ധമായി നിങ്ങൾ എന്ത് ചെയ്യുക? ഫോളോ ചെയ്യുക. മിക്കവാറും നാളത്തെ പരീക്ഷയ്ക്ക് ഇത് ചോദിക്കും എന്ന കാര്യം സംശയമില്ല. നന്നായി പഠിക്കുക, കോൺഫിഡൻസോടുകൂടി പഠിക്കുക. ബാക്കി നമുക്ക് ലൈവിൽ ഡിസ്കസ് ചെയ്യാം. ബൈ.